ഇവനെയാണോ ആ പവർ ഒന്ന് കേട്ടെ. പവർ തരുമോ ബ്രോ? ഞാനാ എന്ത് ഐശ്യ എന്താണ് പവർ തരുമോ? അല്ലല്ല മാറ്റം സംസാരിക്കണ ഞാൻ കേട്ടോണ്ടിരിക്കാതെ നമ്മളെയാണല്ലേ. ഹലോ ബ്രോ, ചാത്തുപൊട്ടി 2 റീ റിലീസ് ഉണ്ട്, വരുന്നോ? ഇല്ല നിങ്ങൾ അല്ലല്ല, നിനക്കാണ് പറ്റിയ റോള്. ചാത്തുപൊട്ടി 2 റിലീസ്. നീ ഒന്ന് അഭിനയിച്ചാ മതി. ഒരു വാർ തോറ്റോണ്ട് ചെറിയ എങ്ങനെ അടിക്കാൻ വേണ്ടി ബ്രോ ഞാൻ ഈ കൂട്ടുകാരുടെ ഇവരോട് പറഞ്ഞല്ലേ ബ്രോ. അവരോട് പറഞ്ഞാൽ നമ്മള് കേൾക്കൂല്ലേ ബ്രോ? പറഞ്ഞില്ലേ? നമ്മളിന്നലെ വാർ തോറ്റ്, നമ്മളൊരു വാർ തോറ്റ് സമ്മതിച്ചു. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ ബ്രോ എന്തിനാ ചെറിയ എങ്ങനെ അടിക്കാൻ ബ്രോയുടെ ചെറിയ ഗാങ്ങാണ്? അല്ല, ഇവന്റെ ചെറുതിലും ചെറിയ ഗാങ്ങാണ്. നിന്റെ ഗാങ് ആയിട്ട് കൂട്ടിയിട്ടില്ല. ഫാമിലി പെട്രോൾ പമ്പ് അടിച്ചിട്ട് നമ്മൾ പവർ കാണിക്കുന്നുണ്ട്. എന്റെ ആവശ്യമില്ല ബ്രോ. നമ്മള് ഇവിടെ ഉള്ള ഏത് ഇതുവരെയുള്ള എല്ലാ നമ്മള് ഏതൊക്കെ ഗാങ്ങോട്ട് അടിച്ചിട്ടുണ്ടോ ആ ഗാങ്ങിനെ തോപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തോറ്റിട്ടുണ്ടാക്കി തിരിച്ച് തോപ്പിച്ചിട്ടുണ്ട്. അല്ല, നീ വന്നിട്ട് പറഞ്ഞു തരണ്ട നമുക്ക്, മനസ്സിലായോ? അല്ല, നമ്മള് വാറ കളിച്ചിട്ട് തോക്കാത്ത കേൾക്കുന്നില്ല, തോറ്റിട്ടുണ്ട്. തോറ്റ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ മുന്നോളം വന്നിരുന്നു സൈഡിൽ മൊത്തം പറയടാ. ജുങ്കൂക്ക് എന്ന് പറഞ്ഞാൽ നീ ഒന്നും പറഞ്ഞതൊന്നും നമ്മളെ മറ്റേ ലിസ്റ്റിൽ പോലെ വന്നിട്ടില്ലാത്ത ഏതോ തെണ്ടിയാണ് നീയൊക്കെ, മനസ്സിലായോ? പല നിനക്ക് പറയാനുണ്ടോ നീ മുഖത്ത് നോക്കി പറയണം, മനസ്സിലായി? അല്ലാതെ മറ്റേ പെണ്ണുങ്ങളെ പോലെ ഒളിച്ചു നിന്നിട്ട് പറയരുത്. നിനക്ക് വല്ല ചെയ്യാനുണ്ടെങ്കിൽ നീ നിന്റെ ഗ്യാങ്ങിനെ കൊണ്ടുവന്ന് ചെയ്തോ. എനിക്ക് വാറെടുക്കാനും നിന്നെ പോലത്തെ ഗ്യാങ്ങായിട്ട് വാറെടുക്കാൻ താല്പര്യമില്ല. ഫസ്റ്റ് കാര്യം മനസ്സിലായി. അല്ലല്ല, പെട്രോൾ പമ്പിന്റെ നിനക്ക് നിന്റെ ഗ്യാങ്ങിനെ വിളിച്ചോണ്ട് നമ്മളായിട്ട് മുട്ടാൻ പറ്റുമോ? ഇല്ല. നമ്മള് വാറടിച്ച് തോറ്റാലും ചോദിച്ചാലും നമ്മളങ്ങ് നേർക്ക് കയറി ഒന്ന് സംസാരിക്കും, അടിക്കും. തോറ്റാലും ചോദിച്ചാലും നമുക്ക് അത്രേ ഉള്ളൂ. നമ്മൾ ആ രീതി കളയും. അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ ഒളിച്ചിരുന്ന് പറയൂല, മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് നിന്റെ ഗ്യാങ്ങിലുള്ളവനാണ് പുറകെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. അവനെ സംസാരിക്കാൻ പോലും ഇല്ല. അപ്പോഴേ മനസ്സിലാക്കുക നിലവാരം. അല്ല, നിന്നെപ്പ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ നിന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞ നിന്നെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ നിന്റെ ഗ്യാങ്ങിനെ വല്ലോ പറഞ്ഞ കഴിഞ്ഞില്ല. കഴിയണേ നീ ഇവിടെ നിക്കൂല. സേസോൺ ആയിട്ട് ഇവിടെ നിക്കുന്നു. കഴിഞ്ഞില്ല. കഴിയുമെങ്കിലേ നീ ഇവിടെ നിക്കത്തില്ല. നീ കേട്ടില്ല. ചുമ്മാ വരെ സേസോണിന്റെ അത്രയും താളം വിടാൻ മാത്രം കൊള്ളാം. എന്താണ് പ്രശ്നം? എന്ത് പറ. പ്രശ്നമൊന്നുമില്ല ബ്രോ. നമ്മളെ നമ്മളെ കാര്യമൊക്കെ എടുത്ത് നിന്നെ അപ്പൊ ഇവിടെ ടിവിയെ കുറിച്ച് ആരോടും പറയാൻ പാടില്ല. ടിവിയെ കുറിച്ച് അങ്ങനെ പറയണ്ട. നിനക്ക് വല്ല പറയണ്ട. അങ്ങനെ പറയണ്ട. എന്നാ നിന്റെ ഊത്ത ഗ്യാങ്ങിനെ കുറിച്ച് പറയാം. അല്ല, നമുക്ക് പറയാം. ഇന്നേ വരെ ജീവിതത്തിൽ ഒരു വാറി ഉള്ള കാര്യം പറഞ്ഞല്ലോ. വള്ളി എടുക്കാൻ വന്നാ നിന്റെ ഗ്യാങ്ങിനെ അടിക്കാൻ വരും എന്നുള്ള രീതിയിലാണ് നീ ബെസ്റ്റ് ഗ്യാങ് മെമ്പർ എവർ. ബെസ്റ്റ് ഗ്യാങ് മെമ്പർ എവർ. നീയായിട്ട് നമുക്ക് ഇതിൽ പ്രശ്നം. ഇവന്റെ ഗ്യാങ് മെമ്പർ ആണ് ഇവൻ. പ്രശ്നമില്ല. പിന്നെ ഇവരെ കണ്ടുപഠിക്കണം. ഒരു ഗ്യാങ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഇവനാണ്. നിന്റെ ഗ്യാങ് അല്ലേ? അതെ അതെ അതെ. അങ്ങേരത്ത് നമ്മള് ഒരു സീനുമില്ലല്ലേ. അവനോട് സംസാരിക്കുന്ന ഞാനിവിടെ മര്യാദക്കല്ല സംസാരിക്കുന്ന. നീ ഇരുന്ന് കൊണേന്ന് പറഞ്ഞ ഈ പറഞ്ഞതിന്റെ പേരാണ് കൊണ, മനസ്സിലായ? നമ്മള് മര്യാദക്ക് മാറി പോകുമ്പോ വേറെ വഴി കൂടി പോകുമ്പോ നീ എന്ന് പറയണേ ടി വി ചെറിയ ഗ്യാങ്ങിനെ അടിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല.
നമുക്ക് വേറെ gang ആയിട്ട് situation ഉണ്ടായോണ്ട് അവന്മാരോട് power എടുത്തു, അത്രേ ഉള്ളൂ. അത് തോറ്റോ ജയിച്ചോ നിന്നെ ബാധിക്കുന്ന ഇതിന്റെ കാര്യമല്ല. ഗ്യാങ്ങിലൂടെ ചോദിക്കടാ, എന്നോടല്ലേ ചോദിക്കടാ, നമുക്ക് സംസാരിക്കടാ. എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല എന്നോട്, ഞാൻ അവനോട് സംസാരിക്കാം. അല്ല, ഇവനെ വാറിലേക്ക് ഇറക്കും, ഇവനെ വെടിയൊക്കെ ഇറക്കും ഇവനെ. എടാ, ഇറക്കും ഇവനെ. അല്ലല്ല കരഞ്ഞിട്ട് നിന്റെ മേക്കപ്പ് അടിച്ചോല്ലോടാ, നിന്റെ മേക്കപ്പ് അടിച്ചോല്ലോ. അണ്ണാ ഇവനെ മറ്റേ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരെ മേക്കപ്പ് ലിപ്സ്റ്റിക് ഇടാൻ പഠിപ്പിക്കുന്നവനാണ് ഇൻസ്റ്റയില്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയത് ഫോണില് കാണിച്ചു തരല്ലോ. എന്തായിരുന്നു പേര് നിന്റെ? ചന്തു വിട്ടോ എന്തായിരുന്നു? നിങ്ങളെ ലീഡർ ഉണ്ടോ? നിങ്ങളെ ലീഡർ ഉണ്ടോ അവിടെ? പുള്ളി ഒരു ബിസിനസ് സ്റ്റോറിലാ. പുള്ളി വേറെ ആരുണ്ടല്ലോ? കോലീഡേഴ്സ് ഉണ്ടോ ആരെങ്കിലും? മേക്കപ്പ് അടിക്കാൻ പോണിരുന്ന വേറെ കരഞ്ഞിട്ടാ തോന്നുന്നു അവന്റെ മേക്കപ്പ് ഒന്നും വലിച്ചു പോയി. ഓ ഞാൻ മാത്രമേ അല്ലല്ല താഴെ എടുത്ത് നിൽക്കുന്ന അകാർത്ത, അത് താഴെ എടുത്ത് നിൽക്കുന്നത്. ഞാനൊരു കാര്യം നമ്മളെ കാര്യം നോക്കി പോവാണ്. നമ്മളിവിടെ വേറെ ഗ്യാങ്ങോട്ട് ട്രിപ്പിൾഎക്സ് ആയിട്ട് ചെറിയൊരു സീൻ കഴിഞ്ഞ് നമ്മളെ കാര്യം നോക്കി പോവാണ്. ഇവിടെ എല്ലാ ഗ്യാങ്ങുകളും ജയിക്കുകയും തോക്കുകയും ചെയ്യും. ഇവിടത്തെ നല്ല ഗ്യാങ്ങും മോശം അല്ല. നമ്മളിപ്പോ എന്തെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞു നോക്കിയാ നമ്മൾ നിങ്ങളുടെ ഗ്യാങ്ങിനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇന്നെ വേറെ ഗ്യാങ്ങിനെ പറ്റി വെറുതെ ഒന്നും മോശമായിട്ട് പറയത്തില്ല. അവരുടെ സിറ്റുവേഷൻ ഉള്ളപ്പോ പറയും. അത് കഴിഞ്ഞ് ഞാൻ വിടും, അല്ലാതെ പറഞ്ഞു നടക്കത്തില്ല. ഇത് വെറുതെ നമ്മൾ നിൽക്കുമ്പോ തിരിഞ്ഞു പോകുമ്പോ നമുക്ക് മറ്റേ കൊള്ളാൻ വേണ്ടിട്ട് വെറുതെ ഇങ്ങനെ പറയുന്നതിന്റെ ആവശ്യം എന്താണ് ബ്രോ? അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ വെറുതെ എനിക്ക് അകർത്ത് എന്ന് പറയുന്ന അങ്ങോട്ട് സിറ്റുവേഷൻ എടുക്കാൻ. കാരണം ഈ സുകുമാരൻ നിങ്ങളെ ലീഡറായിട്ടൊക്കെ ഞാൻ രാവിലെയൊക്കെ നല്ലോണം സംസാരിച്ചിട്ടുള്ളൂ. ഇന്ന് റോങ് ആയിട്ടില്ല. പുള്ളി നമ്മൾ നല്ലോണം സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരു ഗ്യാങ്ങിനെ നമുക്ക് റിസിട്ട് ഷോ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനത്തെ കൊണ പറയുന്നത് കേൾക്കുമ്പോ ശോകം വരും ബ്രോ. മനസ്സിലായോ? ഒരു വാർ നമ്മൾ തോറ്റു വിചാരിച്ചിട്ട് നമ്മൾ മറ്റേ ഒരു കൊള്ളാത്ത ഗ്യാങ് ആണെന്നുള്ള രീതിയിൽ മറ്റേ ഊക്കാൻ വേണ്ടി ഇരുന്ന് വർത്താനം പറയുന്നുണ്ടല്ലോ. അത് കേൾക്കുമ്പോ ഏത് ഗ്യാങ്ങിനാണ്, നമുക്കെന്നല്ല ഏത് ഗ്യാങ്ങിനാണേലും ശോകം വരും. സോറി ബ്രോ വിട്ട അവനെയാണ് അവനെ കണക്കൊരു ചിലു. വേണ്ട അവരെ പോലെ കൂട്ടത്തിൽ ഒരാൾക്കും കാര്യം മനസ്സിലായല്ലേ? സത്യം അവന് മനസ്സിലണ്ണ. അണ്ണാ അവനെയാണ് അണ്ണൻ അത്രയും പറഞ്ഞില്ല. അവ ഒരു അക്ഷരം മിണ്ടാൻ വന്നില്ലണ്ണ. അവിടെ അത് അവനെ അണ്ണ ഇവൻ ഇങ്ങനെയാണോ? ഞാൻ പറഞ്ഞില്ല ഇവന്റെ തൊഴിൽ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ കളിയാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ അവനോട് ചോദിച്ചേട്ടാ, നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുത്ത് നിങ്ങൾ വലിയ ഗ്യാങ്ങാണ് ചെറിയ ഗ്യാങ്ങാണെന്ന് വെച്ചപ്പോ പറയണേ ഈ സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ ഗ്യാങ് അവരാണ്. അണ്ണ മൊത്തത്തിൽ ആ ഗ്യാങ്ങിൽ 5 പേരേ ഉള്ളൂ. ബാക്കി 5 പേരെ വാടക വാറടിക്കാൻ പോകുന്നത്. അല്ലല്ല അവൻ പൊട്ടാക്കടത്തി കിടക്കുന്ന തവളയുടെ മനസ്സിലായി. അപ്പൊ അവൻ ആ തവള മാത്രമല്ല എന്റെ അകത്തുള്ളൂ. അപ്പൊ അവന് വിചാരം അവനാണ് അവിടുത്തെ രാജാവ്. അതാണ് അവൻ. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിച്ചോട്ടെ അവൻ. ആ ഗ്യാങ്ങിലുള്ളവരെ പറയണ്ട. ഇവനെ പോലത്തെ 1-2മാരാണ്, വിവരമില്ലാത്തവന്മാരാണ് എല്ലാ ഗ്യാങ്ങിലും പ്രശ്നം. ഇവനാണ് ഇപ്പൊ ഏജിയിലെ മെയിൻ പ്രശ്നം. ഇവനാണ് ഇവന് വേറെ തരം. ഇവ പണ്ട് ഒരു ജോലിയില്ല മറ്റേ വേറെ ഏതൊരു ഗ്യാങ്ങിൽ വണ്ടി അല്ല ഇവൻ സിറ്റിസൺ ആണ്. ഗ്യാങ്ങിൽ ഇല്ല ഇവൻ സിറ്റിസൺ ആയിരുന്നു പണ്ട് തൊട്ടേ. മീൻ പിടിക്കാൻ പോകുന്നവൻ, ഉണ്ണിമാരോടെ മീൻ പിടിക്കാൻ പോകുന്നവനായിരുന്നു. പണ്ടൊരു സിറ്റിസൺ വണ്ടി അതന്നെ അണ്ണാ പണ്ട് ഉണ്ണിമാരോടെ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നവനവൻ. റേഞ്ച് ഒക്കെ മാറിയണ്ട, മീൻ പിടുത്തം മാറ്റി. കണ്ണാപ്പി അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചേ, വേറെ വാറിനിടെ നീ കണ്ണെടുത്ത് അടിക്കുമോ മേക്കപ്പ് ഇടാന്ന് വെച്ചാൽ പറയണേ വെതർ അനുസരിച്ചിരിക്കുന്നു. അണ്ടാ ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഇതുകൊണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് വേണ കളിയാക്കിയതാണ്. ഇവന്റെ സ്വഭാവം എനിക്ക് ഇങ്ങനെയാണ് അറിയാം. മോണ്ടർലി അവിടെ 10 സ്ഥലത്തേക്ക് 10 ഗാങ്ങായിട്ട് പോലും കണക്ക് കൂട്ടണ സത്യം. അടിച്ചോരൊന്നും പിന്നെ പോയിട്ട് കളിയാക്കാൻ നിൽക്കരുത്. അവനോട് വെറുതെ ഇരിക്കുമല്ലേ, പിന്നെ എന്തിനാ നമ്മൾ പോയി ചൊറിയുന്നത്? ഇങ്ങോട്ട് വരുന്നവരും അങ്ങോട്ട് തിരിച്ചു ചൊറിയോ? അതാണ് നമ്മള് വിളിച്ച്. ഇവന്മാരെ എനിക്കിട്ട് ഇന്നലെ വലിച്ച് ഇനി ഒരു ദിവസം ബാനാ. എനിക്ക് ഇന്ന് 12 മണി തൊട്ട് ബാനാ. നമ്മളെ സൂപ്പറേ 12 മണി തൊട്ട് ബാനാ. മുച്ചിരി ഉണ്ടോടാ? മുച്ചിരിയാണോ ഇത്? മുച്ചിരിയില്ല ധാരാ ഇത് ശശി. പ്രശ്നമാണ്. എന്ത് ചെയ്യൂ?
എന്തെങ്കിലും ഉണ്ടെങ്കിലേ മറ്റേ കണക്ടർ റേഡിയോ എന്ന് പറഞ്ഞ ടി വി കണക്ടർ മറക്കല്ലേ ഗുലാനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടണേ മറ്റേ സീഡിയോ അവിടെ പോണു. ഹലോ ബ്രോ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? നീ എന്തിനാടാ ഇവനോട് സംസാരിക്കുന്നത്? ഞാൻ ആമ്പിള്ളാരോടെ സംസാരിക്കത്തുള്ളൂ, അതുകൊണ്ട് ഇവനോട് സംസാരിക്കാത്തത്. ഇവനോട് ജീവിതത്തിൽ ഞാൻ സംസാരിക്കാത്തത് കൊണ്ട് ആമ്പിള്ളാരോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളു. വാ ചതിച്ചാടാ എന്നെ, എന്റെ 4 കൊല്ലം പോയി. പ്രശ്നമാണല്ലോ അണ്ണ എന്റെ കാല് കുത്തിയപ്പോഴേ. അത് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുമല്ലേ, പേടി ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വരുമല്ലേ. അതുപോലെ തന്നെ HF ഡയലോഗ് എന്തായിരുന്നു അറിയാവോ? നിനക്കൊക്കെ ഇന്നലെ ടോക്കിയോടെ നിന്ന് കിട്ടിയില്ലടാ, ഇനി ഞങ്ങളുടെ നിന്ന് വേണോന്ന്. നിന്റെ മറ്റേ കുടുംബത്തിലുള്ള എല്ലാ എണ്ണത്തെ അടിക്കും. അതിന് വേഷം കൊടുത്തവനോട്ട്. അല്ല ഞാൻ കാണിക്കൂടെ, നമ്മളൊരു വാറ് തോൽക്കുമ്പോ മാത്രമേ ഇവന്മാർക്കൊക്കെ നാക്കുള്ളൂ, കാണത്തില്ലല്ലോ. ഈ പറയുന്ന എല്ലാ ഗ്യാങ്ങും അടി കൊണ്ട് കൂറിയന്മാരാണ്. ജയിക്കുമ്പോ മറ്റേ നമ്മളങ്ങനെ ഒരു വട്ടം തോറ്റ അപ്പ വരും. എന്തൊരു പറയാനാ പ്രശ്നം ആണല്ലോടാ സ്നേഹിപ്പേ. അതിന്റെ ലീഡർ പാവണ്ണ ഉള്ള കാര്യം പറയല അല്ലേ. അല്ല അമ്മാരൊക്കെ നമ്മുടെ അടുത്ത് വേറെ ആർക്കും സീനില്ലടാ. മറ്റേ പയ്യനൊരു കാര്യം അവനും കാര്യം മനസ്സിലായി. ഈ മറ്റേ ഇങ്ങനെയൊക്കെ എന്ന് മറ്റേ പറയുന്നതാണ് വല്ലാത്ത കുഴപ്പം, മനസ്സിലായ? ഈ പെണ്ണുണ്ണിയുള്ള പരിപാടിയാണ് മറ്റേ ഒളിച്ചെന്ന് പറയാം. സംസാരിക്കൂല, ഒളിച്ചെന്ന് പറയാം. പറയാ ഞാൻ ഇന്നലെ കെവിനെ പറഞ്ഞല്ല, അതിന്റെ ഒരു പ്രശ്നമില്ല. കെവിനെ പറഞ്ഞ അവര് കേട്ടിട്ട് അവന്റെ ചുണ്ടില് മറ്റേ ഇത് ഇടിച്ചു വെച്ചു കൊടുത്തേനെ. മറ്റേ വായില് അവന് വായില് അതെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ തോക്കെടുത്ത് വെടി വെക്കില്ല, തോക്ക് വെച്ച് വായി വെച്ച് ഇടിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? അവർക്ക് സംസാരിക്കൂല. എന്തൊരു ഇതാണ്. പണ്ടാണ് പാവമായിട്ട് വേണം ഓർമ്മയായിട്ട് പണ്ട് അണ്ണാന്നൊക്കെ വിളിച്ചാർന്ന് പറയുന്നത്. പണ്ട് ഭയങ്കര കാര്യമായിരുന്നു നമ്മളൊക്കെ. അണ്ണാന്ന് വിളിക്കുക നമ്മുടെ മുമ്പില്. ഇവനൊക്കെ തന്നെ ഉണ്ടായി കൂടെ വന്നിട്ട് അണ്ണാന്നൊക്കെ വിളിച്ചു. വേറെ ഞാൻ കയറിയ നാളെ കൊണ്ടുവന്നായിരിക്കും വിളിക്കുന്നത് നമ്മളെ. അണ്ണാ നമുക്ക് DC നമുക്ക് പണ്ടത്തെ DC അങ്ങോട്ടും ഇങ്ങോട്ട് അടിയൊക്കെ ഉണ്ടാക്കിയാലോ. പിസ്റ്റൽ വാറ്, കോടാലി വാറ്, ഏത് സത്യല്ലേ പിസ്റ്റൾ വാറ് നടക്കത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു പിസ്റ്റൽ വാർ ഏതെന്നറിയാണ്ട, നമ്മള് ഫസ്റ്റ് മറ്റേ KV ആയിട്ട് വയറായത് ഓർമ്മയുണ്ടോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അന്ന് ബോബോയുടെ ഒരു തിരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഏത് മറ്റേ പിസ്റ്റലാണ്? കുറുപ്പിന്റെ അവന്മാരടിച്ചു പറഞ്ഞപ്പോ ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് കേട്ടാ. നമുക്ക് അങ്ങനത്തെ ഒരു വാറ് മനസ്സിലായില്ലേ? വാറൊക്കെ വരണമെങ്കിലേ ബോബോയും കണ്ണാപ്പി വിചാരിക്കണം. ഇന്ന് ബോബോയും ഇവനൊക്കെ മറ്റേ HF ആയിട്ട് പിടിച്ചു. പക്ഷെ അവന്മാര് ഇതാണ് പ്രശ്നം. വേറെ ഗ്യാങ് അടിച്ചല്ലോടാ നിന്നെ, അതുകൊണ്ട് നമ്മളിനി അടിക്കൂല. ഇതൊക്കെയാണ് ന്യായങ്ങള്. ഇതാണ് അമ്മര് പറഞ്ഞതാണ്. നിന്നെ ഇന്നലെ ടോക്കിയോ അടിച്ചില്ലടാന്ന് പറഞ്ഞു. സത്യം പറയാല്ലേ, ഈ ടോക്കിയോ ആയിട്ട് വീട് അത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, തീർക്കാം നമുക്ക്. അതോടുകൂടി പ്രശ്നമേ അങ്ങ് തീരുമല്ലേ. അണ്ണാ എനിക്ക് ഇന്ന് 12 മണിക്ക് ശേഷം ബാനാണ് കേട്ടാ, ഒരു ദിവസത്തേക്ക്. KKB വലിച്ചെണ്ണ. അത് റീസൺ എന്താ വെച്ചാലാണ് ഇവിടെ സേഫ് സോണിൽ നിന്നൊരു പയ്യനാണ് കുരുവി എന്ന് പറഞ്ഞാൽ. അപ്പൊ അവൻ ഇങ്ങനെ ഇവന്മാരോട്ട് അടി ഉണ്ടാക്കി. എന്നിട്ട് എന്റെ വണ്ടി വന്ന് കയറി, ഞാൻ വിളിച്ച വണ്ടി കയറ്റി. KKB ആയിട്ട് അടിയായി. സിറ്റിസൺ അവൻ കുരുവി അന്തേലുള്ള. അപ്പൊ ഞാൻ ഇവനെയും കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇവര് പകുതി വെച്ച് ഇറക്കി വിടാൻ പറഞ്ഞു. ഞാൻ പോടാന്ന് പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് നേരെ മെയിൻ ഗാരേജ് കൊണ്ടുവിട്ട്. എന്നിട്ട് മെയിൻ ഗാരേജിൽ നിന്ന് അടിച്ചും കൊന്നു. മനസ്സിലായ? ഇവനെ ആ കുരുവേനെ അടിച്ചും കൊന്നു KKB. അപ്പൊ അതിന് ഞാൻ മറ്റേ കടത്തിക്കൊണ്ട് പോയി എക്സ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാൻ. റീസൺ എക്സ്പോർട്ടിങ് കുരുവിനെ എക്സ്പോർട്ട് ചെയ്തൊരു ബാൻ.